പന്തളം നഗരസഭയിൽ ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി എൽ.ഡി.എഫ്. ബി.ജെ.പിയുടെ അഴിമതി ഭരണത്തിനെതിരെയാണ് അവിശ്വാസമെന്നും എൽ.ഡി.എഫ്. അവിശ്വാസ പ്രമേയത്തെ യു.ഡി.എഫും പിന്തുണയ്ക്കും. പന്തളത്തെ ബി.ജെ.പി. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സമരം ശക്തമാക്കുന്നതിനിടയിലാണ് അവിശ്വാസ പ്രമേയത്തിന് എൽ.ഡി.എഫ്. നോട്ടീസ് നൽകിയിരിക്കുന്നത്. എൽ.ഡി.എഫിലെ 9 അംഗങ്ങളും ഒരു സ്വതന്ത്രനും ഒരു ബി.ജെ.പി. കൌൺസിലറും ഉൾപ്പെടെ 11 കൌൺസിലർമാരാണ് പ്രമേയ നോട്ടീസിൽ ഒപ്പിട്ടിരിക്കുന്നത്. അഴിമതി ഭരണത്തിനെതിരെയാണ് അവിശ്വാസ പ്രമേയമെന്ന് എൽ.ഡി.എഫ്. അംഗം ലസിത ടീച്ചർ പറഞ്ഞു. പന്തളം നഗരസഭയിൽ കഴിഞ്ഞ 4 വർഷമായി ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വെറും ആലങ്കാരികമാണ്. കാരണം ഇവിടെ യാതൊരു ഭരണവും നടക്കുന്നില്ല. സാധാരണ ജനങ്ങൾക്ക് വേണ്ട യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ ഇടുന്നില്ല, ഗുണഭോക്തൃ ലിസ്റ്റിലെ കാര്യങ്ങൾ നടക്കുന്നില്ല, പൊതുമരാമത്തിൻ്റെ ഫണ്ടുകൾ വിനിയോഗിച്ച് റോഡുകൾ നിർമ്മിക്കുന്നില്ല, ശബരിമല തീർത്ഥാടനത്തിന് കിട്ടിയ ഫണ്ടുകൾ വിനിയോഗിക്കുന്നില്ല, തീർത്ഥാടകർക്ക് വേണ്ടി അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല. ആ നിലയിലാണ് ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് യു.ഡി.എഫും വ്യക്തമാക്കി. ബി.ജെ.പി. പാർലമെന്ററി പാർട്ടിയിലും ഭിന്നിപ്പ് രൂക്ഷമാകുന്നതിനിടെയാണ് എൽ.ഡി.എഫിന്റെ അവിശ്വാസ പ്രമേയം. കെ.വി. പ്രഭയ്ക്ക് പുറമെ കൂടുതൽ അംഗങ്ങളും ചെയർപേഴ്സൺ സൗമ്യ സന്തോഷിനെതിരെ രംഗത്തുവരുമെന്നാണ് കരുതുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.